ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ ഏവരെയും നമ്മുടെ യൂട്യൂബ് ചാനലായ അരവി CC ലേണിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് കൂട്ടുപലിശ എന്ന ടോപ്പിക്കാണ് ഇവിടെ ചർച്ച ചെയ്യണത്. കൂട്ടുപലിശയ്ക്ക് സംയുക്ത പലിശ എന്നും പറയും. കൂട്ടുപലിശ അല്ലെങ്കിൽ സംയുക്ത പലിശ ഇതിന് ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ കൂട്ടുപലിശ കണക്കാക്കാൻ ഒരു സൂത്രവാക്യം നമുക്കറിയാം. ഇവിടെ സൂത്രവാക്യം അല്ലാതെ മറ്റൊരു എളുപ്പ വഴിയാണ് നമ്മൾ ചർച്ച ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണക്ക് നോക്കാം. 10,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ കാണുക. ഇവിടെ കൂട്ടുപലിശ കാണണം. നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സൂത്രവാക്യത്തിൽ P എന്ന് പറയുന്ന അക്ഷരം, പ്രിൻസിപ്പൽ 10,000 രൂപ. 5% പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് സൂത്രവാക്യത്തിലത്തെ 6 നമുക്ക് തന്നിട്ടുണ്ട്, 5%. അതുപോലെ 2 വർഷം, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ്, കാലയളവ് തന്നിട്ടുണ്ട് 2 വർഷം. നമുക്ക് കൂട്ടുപലിശ കാണണം. ഇവിടെ നമ്മൾ ആദ്യം 10,000 രൂപയുടെ 5% കാണുന്നു. 10,000 രൂപയുടെ 5%, 10,000-ൻ്റെ 5%, 10,000 × 5/100. നമുക്ക് ഈ 100 ഇതിലത്തെ 2 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഇവിടെ 100 ഉണ്ട്. 100 × 5 500. നമ്മളിത് 1-ാം വർഷം എഴുതിയിട്ട് ഈ 500 എഴുതി. വീണ്ടും 2-ാം വർഷം എഴുതിയിട്ട് ഈ 500 ഒരു പ്രാവശ്യം കൂടി എഴുതുക. അപ്പോൾ 1-ാം വർഷം ഈ കിട്ടിയത് എഴുതി 500, 2-ാം വർഷം എഴുതിയിട്ട് ആ 500 തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ 500-ൻ്റെ വീണ്ടും 5% കാണുക. ഇപ്പം കിട്ടിയ 500-ൻ്റെ 5% കാണുന്നു. അപ്പോൾ 500 × 5/100. നമുക്ക് ഈ 2 0 100 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 5 × 5 25 എന്ന് വരും. ഈ 3 കൂടി കൂട്ടുക. 500-ഉം 500-ഉം 25 കൂട്ടിയ കൂട്ടുപലിശ 1025 രൂപ. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. 50,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ കാണുക. നമ്മൾ എന്ത് ചെയ്യണു? ആദ്യം 50,000-ൻ്റെ 12% കാണുക. 50,000 × 12/100. നമുക്കിതിൽ 100-ഉം 2 0 വെട്ടിയാൽ ബാക്കി 500 ഉണ്ട്. അതിലത്തെ 5 എടുത്താൽ 5 × 12 60, പിന്നെ ഈ 2 0, അതായത് 6,000. അപ്പോൾ 1-ാം വർഷം എഴുതിയിട്ട് ഈ 6,000 എഴുതി. 2-ാം വർഷം എഴുതിയിട്ട് ഈ 6,000 ഒരിക്കൽ കൂടി എഴുതി. അതിനുശേഷം 6,000-ൻ്റെ വീണ്ടും 12% കാണുക. 6,000 × 12/100. നമുക്കിവിടെ 100-ഉം ഇതിലത്തെ 2 0 വെട്ടിയാൽ ബാക്കി 60 ഉണ്ട്. 60-ത്തെ 6 × 12 72, ഒരു 0, അതായത് 720. എന്നിട്ട് ഈ 6,000-ഉം 6,000-ഉം 720 കൂട്ടുക. 6,000-ഉം 6,000 കൂട്ടിയ 12,720 കൂട്ടുപലിശ. അപ്പോൾ ഇപ്പം നമ്മൾ 2 കണക്ക് ചെയ്തതിലും 2 വർഷത്തെ കൂട്ടുപലിശ കണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു കണക്ക് 3 വർഷത്തെ കൂട്ടുപലിശ എങ്ങനെ ചെയ്യുക? 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ കാണുക. നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ 50,000-ൻ്റെ 10% കാണുന്നു. 50,000 × 10/100. നമുക്ക് ഈ 100-ഉം ഇതിലത്തെ 2 0 വെട്ടിയ ബാക്കി 500-ഉം 10-ഉം, 500 × 10 5000. അപ്പോൾ 1-ാം വർഷം നേരിട്ട് 5000 എഴുതി. മുമ്പ് ചെയ്തിരുന്ന പോലെ 2-ാം വർഷം നേരിട്ട് വീണ്ടും 5000 എഴുതി. മുമ്പ് ചെയ്തിരുന്ന പോലെ ഈ 5000-ൻ്റെ വീണ്ടും 10% കാണുകയാണ്. 5000 × 10/100. ഇതിലത്തെ 100-ഉം 2 0 വെട്ടിയ 50 × 10 500. അതായത് നമ്മൾ ഇത് മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്. 2 വർഷത്തെ കാണുന്ന പോലെ നമ്മളിവിടെ കണ്ടു. 5000-ഉം 5000-ഉം 500-ഉം കൂടി കൂട്ടി 10,500. ഇതിപ്പോൾ 2 വർഷത്തെ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 3-ാം വർഷം എഴുതിയിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ഈ 1-ാം വർഷവും 2-ാം വർഷവും എഴുതിയ അതേ തുക എഴുതുക. 1-ാം വർഷവും 2-ാം വർഷവും എഴുതിയ 5000 ആണ്. 3-ാം വർഷം നേരിട്ട് 5000 ഒരിക്കൽ കൂടി എഴുതുക. എന്നിട്ട് നമുക്ക് 2 വർഷത്തെ കൂട്ടുപലിശ കിട്ടിയല്ലോ. 2 വർഷത്തെ കൂട്ടുപലിശ അതിൻ്റെ 10% കാണുക. 10,500 × 10/100. നമുക്ക് ഈ 100-ഉം 2 0 വെട്ടിയ ബാക്കി ഇവിടെ 105-ഉം 10-ഉം ഗുണിച്ച 1050 എന്ന് വരും. ആ 1050 എന്ന് ഇവിടെ എഴുതി. എന്നിട്ട് ആദ്യം 2 വർഷത്തെ കൂട്ടുപലിശ കിട്ടിയല്ലോ, അതിൻ്റെ കൂടെ ഈ 3-ാം വർഷത്തെ 5000-ഉം ഇപ്പം കിട്ടിയ 1050-ഉം ഈ 3-ഉം കൂടി കൂട്ടുക. 2 വർഷത്തെ കൂട്ടുപലിശ, 3-ാം വർഷം ആ 2 വർഷം ഇവിടെ എഴുതിയ പോലെ എഴുതിയതും ഇപ്പം എഴുതിയ പലിശയും കൂടി കൂട്ടിയിട്ട് 10,500-ഉം 5000-ഉം 1050-ഉം, 10,500-ഉം 5000-ഉം 15,500, 15,500-ഉം 1000-ഉം 16,500-ഉം 50-ഉം 16,550 ഉത്തരം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 30,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ. 30,000-ൻ്റെ 10% കാണുന്നു. 30,000 × 10/100. നമുക്ക് ഈ 100-ഉം 2 0 വെട്ടി ബാക്കി 300 × 10 3000. 1-ാം വർഷം എഴുതിയിട്ട് ആ 3000 എഴുതി. 2-ാം വർഷം ഒരിക്കൽ കൂടി 3000 എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3000-ൻ്റെ 10% കണ്ടു. ഈ പലിശ നിരക്ക് 10%, 3000 × 10/100. 100-ഉം 2 0 വെട്ടിപ്പോയി ബാക്കി 30 × 10 300.
ഇതെല്ലാം കൂടി കൂട്ടി 3000 300 കൂട്ടിയ 6300 അവിടെ ഇരിക്കട്ടെ. മൂന്നാം വർഷം എഴുതിയിട്ട് ഒരിക്കൽ കൂടി ഈ 3000 എഴുതി. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് 2 വർഷത്തെ കൂട്ടുപലിശ കിട്ടിയല്ലോ, അതിൻ്റെ പലിശ നിരക്ക് 10% കാണുക. 6300 × 10/100, ഈ 100ഉം 2 0 വെട്ടിപ്പോയ 63ഉം 10ഉം ഗുണിച്ച 630. എന്നിട്ട് ഈ 2 വർഷത്തെ കൂട്ടുപലിശയും ഈ മൂന്നാം വർഷത്തെ 3000 ഈ 630 കൂട്ടുകയാണ്. 6300 3000 9300 600 9930 30 9930 രൂപ.